പ്രിയപ്പെട്ട നഈം ഫൈസിയുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജുനൈദ് ഫൈസിയും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി എന്നുള്ള വാർത്തയാണ് ഇന്ന് അറിയാൻ സാധിച്ചത്. ജുനൈദ് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് എല്ലാവരും കരളുരുകി തന്നെ പ്രാർത്ഥിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. ജുനൈദും നമ്മുടെ നഈമിനെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ പക്കലേക്ക് പോയി. 6 പേരടങ്ങുന്ന സുഹൃത്തുക്കൾ ഊട്ടിയിലേക്ക് യാത്ര പോയി മടങ്ങി വരവേ ഉണ്ടായ ബൈക്ക് അപകടത്തിൽ നഈം ഫൈസിയെയും ജുനൈദ് ഫൈസിയെയും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പിറ്റേ ദിവസം നഈം ഫൈസി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി. അവിടെ നിന്ന് 2 ആഴ്ചയോളമാണ് നമ്മുടെ ജുനൈദ് ഫൈസി ഹോസ്പിറ്റലിൽ കഴിഞ്ഞത്. ജുനൈദ് ഫൈസിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് അതിനിടയിൽ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത നമ്മുടെ ജുനൈദ് ഫൈസിയും ലോകത്തോട് വിട പറഞ്ഞു എന്നതാണ്. അള്ളാഹു അവൻ്റെ പക്കലുള്ള സർവ്വ ഗുണങ്ങളും നമ്മുടെ ജുനൈദ് ഫൈസിക്ക് ഏറ്റി നൽകട്ടെ. ജുനൈദ് ഫൈസി ആദ്യമായി ബോധം വന്നപ്പോഴും നഈമിനെ കുറിച്ചാണ് ചോദിച്ചത് എന്നുള്ള വാർത്ത കണ്ണീരാണ് അത് കേട്ട ഓരോ മനുഷ്യനും നൽകിയത്. മരണമെന്ന സത്യം മറന്ന് ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. അത് ഏതൊരു നിമിഷവും നമ്മളെ കവർന്നെടുത്തു കൊണ്ടുപോകുമെന്നുള്ള സത്യം മറക്കുമ്പോൾ മാത്രമാണ് നമ്മളല്ലാതായി മാറുന്നത്. ഒരിക്കലും തന്നെ ഊട്ടിയിൽ നിന്ന് മടങ്ങി വരവേ ഇത്തരമൊരു അപകടം അവർക്കുണ്ടാകുമെന്നുള്ളത് അവരാരും തന്നെ മനസ്സിൽ കരുതിയിട്ടില്ല. അവസാനം യാത്ര പിരിഞ്ഞു പോകുമ്പോഴും നാളെ കാണാമെന്ന ഉദ്ദേശമായിരുന്നു അവർക്കുമുണ്ടായത്. പക്ഷേ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാൻ നമുക്കാർക്കും തന്നെ കഴിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഖുർആൻ മനഃപ്പാടമാക്കിയ 2 പേർ ഒരുമിച്ചുള്ള യാത്രയിൽ ഒരു അപകടമുണ്ടാകുന്നു. നഈം ഫൈസി അത്തോളി പിറ്റേ ദിവസം മരണപ്പെടുന്നു. അള്ളാഹുവിലേക്ക് യാത്രയാകുന്നു. അവിടുന്ന് 2 ആഴ്ചക്കിപ്പുറമാണ് നമ്മുടെ ജുനൈദ് ഫൈസി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയത്. മനോഹരമായി ഗാനം ആലപിക്കാനും മിടുക്കനായിരുന്നു നമ്മുടെ ജുനൈദ് ഫൈസി. ജുനൈദും നഈമും തമ്മിലുള്ള വീഡിയോകളെല്ലാം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. മനോഹരമായ ശബ്ദം തന്നെയായിരുന്നു ജുനൈദ് ഫൈസിയുടേത്. ഇവരുടെ സൗഹൃദത്തിൻ്റെ ആഴം തന്നെയായിരിക്കാം മരണത്തിലും ഇവർ ഒന്നിച്ചത്. തീർച്ചയായും ഇവർ 2 പേരും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് തന്നെയാണ് യാത്ര ചെയ്തത്. തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം തന്നെ അള്ളാഹുവേയും അവൻ്റെ റസൂലിനെയും അതിരറ്റ് സ്നേഹിച്ചവരാണ് ഇവർ 2 പേരും. അത് ഇവരുടെ ഓരോ ഗാനങ്ങളിലും തന്നെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ രക്ഷയും തൃപ്തിയും തന്നെ ഇവർക്ക് ഏറ്റി നൽകട്ടെ പടച്ച തമ്പുരാൻ. നഈം ഫൈസി ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം എല്ലാവരും തന്നെ കരളുരുകി പ്രാർത്ഥിച്ചു ജുനൈദ് ഫൈസിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി. കൂടാതെ ജുനൈദ് ഫൈസിയുടെ നില വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ള വാർത്തയും വന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് ജുനൈദ് ഫൈസിയുടെ കാര്യത്തിൽ നൽകിയത്. പക്ഷേ അള്ളാഹു ജുനൈദ് ഫൈസിക്ക് ഒരുക്കി വെച്ചത് അവൻ്റെ അടുക്കിലേക്കുള്ള യാത്രയായിരുന്നു. ഫൈസി ബിരുദം നേടാനും സനത് ലഭിക്കുവാനും ദിവസങ്ങൾ ബാക്കി മാത്രം ഉള്ളപ്പോഴാണ് ആ അപകടമുണ്ടായത്. അതിനുശേഷം ഈയിടയ്ക്ക് കഴിഞ്ഞ സനത് ദാന ചടങ്ങിൽ നമ്മുടെ നഈം ഫൈസിയുടെ സനത് ഉപ്പയും ജുനൈദ് ഫൈസിയുടെ സനത് മുനീർ ദാരിമിയുമാണ് ഏറ്റുവാങ്ങിയത്. സർവരും പൊട്ടിക്കരഞ്ഞ നിമിഷമായിരുന്നു അത്. ഈ ദിവസത്തിലേക്കെത്താൻ അവർ 2 പേരും അതിയായി ആഗ്രഹിച്ചിരുന്നു. തങ്ങളുടെ ത്യാഗങ്ങൾ കൊണ്ട് നേടിയെടുത്ത സനത് പോലും വാങ്ങാനുള്ള അവസരം അവർക്ക് ലഭിച്ചില്ല. പക്ഷേ എന്നും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയാൻ ഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇവർ 2 പേരെയും. നമ്മുടെ ജുനൈദ് ഫൈസിക്കും നഈം ഉസ്താദിനും വേണ്ടി നിരന്തരമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവരെ ഉൾപ്പെടുത്തണേ. ജുനൈദ് ഫൈസിയുടെയും നഈം ഫൈസിയുടെയും കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുകയും അവരുടെ വേദനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.